വിദ്യാർത്ഥിയിൽ നിന്നും ഒരു സക്സസ്ഫുൾ ഓണ്ടർപ്രണറായ വ്യക്തിയാണ് നിങ്ങൾ ശ്രീരാഗിലൂടെ പരിചയപ്പെട്ടതെന്നുണ്ടെങ്കിൽ, കഴിഞ്ഞ 10-20 കൊല്ലത്തിന്റെ എംപ്ലോയ്മെന്റ് എക്സ്പീരിയൻസിൽ നിന്നും ഓണ്ടർപ്രണറായ വ്യക്തിയാണ് ഞാൻ. നിങ്ങളോടൊക്കെ ഇവിടെ ജോയിൻ ചെയ്യുന്നത് തൃപ്പൂണിത്തുറയിൽ നിന്നാണ്. എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ വിനോദ് മനോഹരമായിട്ട് തന്നെ പറഞ്ഞു, പ്രൊഫഷണലി ഞാൻ ഒരു എയറോനോട്ടിക്കൽ എഞ്ചിനീയർ ആണ്, അതിനോടൊപ്പം തന്നെ ഒരു ട്രെയിനറുമായിരുന്നു. പക്ഷെ ഇന്ന് എല്ലാത്തിനേക്കാൾ ഉപരി കൂടുതൽ ആളുകൾ എന്നെ അറിയപ്പെടുന്നത് ഒരു സംരംഭകൻ എന്നുള്ളൊരു നിലയിലാണ്. അപ്പം ഒരു എംപ്ലോയിയിൽ നിന്നോ ഒരു സ്റ്റുഡന്റിൽ നിന്നോ ഒരു സക്സസ്ഫുൾ ഓണ്ടർപ്രണർ ആവാൻ വേണ്ടുന്ന എക്കോസിസ്റ്റം നമുക്ക് ഒരുക്കി തരുന്ന വണ്ടർഫുൾ പ്ലാറ്റ്ഫോമിലാണ് നിങ്ങളും വന്നിരിക്കുന്നത്. ആ പ്ലാറ്റ്ഫോമിന്റെ പേരാണ് വിന്നിംഗ് ടീം. കാരണം ഒരു എംപ്ലോയി സക്സസ്ഫുൾ ആവാൻ ഒരു സ്ഥാപനം വിചാരിച്ചാൽ മതി. ഒരു സംരംഭകൻ സക്സസ്ഫുൾ ആവാൻ പ്രത്യേകിച്ച് ഒരു സ്ഥാപനമോ അതിന് പറ്റുന്ന രീതിയിലുള്ള സംവിധാനങ്ങളോ ഉണ്ടായില്ലെങ്കിൽ അത് ഒരുക്കി കൊടുക്കുന്നതാണ് വിന്നിംഗ് ടീം ചെയ്യുന്നത്. സോ നിങ്ങൾ ആരാണ്, ഏതാണ്, എന്താണ് എന്നുള്ളതല്ല, ആരായി തീരണം, എന്തായി തീരണം, എവിടെ എത്തണം എന്നുള്ളത് തീരുമാനിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം നിങ്ങൾക്ക് ഒരുക്കി തരുന്നുണ്ടാവും. ഒരുക്കി തരുക മാത്രമല്ല, നിങ്ങളോടൊപ്പം നിന്ന് നിങ്ങളെ സക്സസ്ഫുൾ ആക്കാനും നിങ്ങൾ ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്ത വ്യക്തിയിൽ നിന്നും തുടങ്ങുന്ന ഒരു വണ്ടർഫുൾ ഓർഗനൈസേഷനാണ് വിന്നിംഗ് ടീം. അപ്പൊ അതുകൊണ്ട് നാളിതുവരെ മാറ്റങ്ങൾ അറിഞ്ഞില്ല, അതുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾ മാറ്റങ്ങൾ അറിഞ്ഞു എന്ന് മാത്രമല്ല, വിജയിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേരെ നിങ്ങൾക്ക് ഈ പ്ലാറ്റ്ഫോമിൽ പിന്നെ സ്ക്രീനിലൂടെയും കാണാൻ പറ്റുന്നുണ്ടാവും. അക്കൂട്ടത്തിൽ അല്ലെങ്കിൽ അവരെക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഒരു വ്യക്തിത്വത്തിനുടമയായി മാറിക്കൂടെ, അവരെക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഒരു ലൈഫ് നിങ്ങൾ ലീഡ് ചെയ്തുകൂടെ? സോ ആ സാധ്യതയാണ് നമ്മളിവിടെ ഉപയോഗപ്പെടുത്തുന്നത്. വളരെ മനോഹരമായിട്ട് തന്നെ ശ്രീരാഗ് പറഞ്ഞൊരു കാര്യം, പണ്ടൊക്കെ എന്ത് ചെയ്യണം എന്നുണ്ടെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് ആയിരുന്നു മെയിൻ ക്രൈറ്റീരിയ. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും നമ്മൾ വിമുഖത കാണിച്ചത്. കാരണം എന്ത് തുടങ്ങുമ്പോഴും ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഇത് മൂന്നും ഇല്ലാതെ ഒരു പ്രസ്ഥാനത്തിന് വിജയിപ്പിക്കാൻ സാധിക്കില്ല. പക്ഷെ ഇന്ന് കൺക്ലൂഡിങ് സെഷനകത്ത് പറഞ്ഞ പല മാറ്റങ്ങളും ലാൻഡും ലേബറും ക്യാപിറ്റലും കൊണ്ടല്ല. ആൻ ഐഡിയ ക്യാൻ ചേഞ്ച് യുവർ ലൈഫ്. മൊബൈൽ ഫോണിന്റെ അഡ്വർടൈസ്മെന്റ് അല്ല ഞാൻ പറയും. ഒരാശയം അതിന്റെ സമയമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് മാറ്റങ്ങൾ ഉണ്ടാക്കിയിരിക്കും. അങ്ങനെ മാറിയവരെ നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്. ഇപ്പൊ മാറാൻ വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ട ആളുകളെയാണ് നിങ്ങൾ വിന്നിംഗ് ടീമിലൂടെ പരിചയപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ട് ഇനി കാണുന്ന ഏറ്റവും വലിയ റെവല്യൂഷൻ വെൽനസ് ആണെങ്കിൽ ആ വെൽനസിന്റെ നിരവധി കമ്പോണന്റുകളെയാണ് വെസ്റ്റീജ് നമുക്ക് പരിചയപ്പെടുത്തുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് മാറിക്കൂടാ? എന്തുകൊണ്ട് നമുക്ക് നമ്മുടെ ലൈഫ് സ്റ്റൈലിലും നമ്മൾ ഉദ്ദേശിച്ച നാളിതുവരെ നടക്കില്ല എന്ന് പറഞ്ഞ കാര്യങ്ങളെ നടത്തിയെടുത്തുകൂടാ? ഞാൻ കഴിഞ്ഞ വർഷങ്ങളായിട്ട് വിന്നിംഗ് ടീമിലൂടെയും വെസ്റ്റീജിലൂടെയും കണക്ട് ചെയ്ത് എന്റേത് മാത്രമല്ലാത്ത എന്റെ ടീമിൽ ഉൾപ്പെടുന്ന പലരുടെയും സ്വപ്നങ്ങളെ സഫലീകരിക്കാനുള്ള ഒരു യജ്ഞത്തിന്റെ ഭാഗമായിട്ടാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കും അത് സാധ്യമാവുന്നുണ്ടാവും. ആകെ വേണ്ടത് നാളിതുവരെ വെറും ഒരു കൺസ്യൂമറായിട്ട് നിന്ന നമുക്ക് ഇനി തൊട്ട് ഒരു പ്രൊസ്യൂമർ ആവുക. പ്രൊസ്യൂമർ, പ്രോഫിറ്റ് മേക്കിംഗ് കൺസ്യൂമർ. അല്ലെങ്കിൽ തന്നെയും നിങ്ങൾ കണ്ടു കഴിഞ്ഞു, ട്രഡീഷണൽ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൽ നിന്നും എത്രയോ കാലം നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞു. ഇന്ന് ന്യൂജൻ ആരും തന്നെ കടകളിൽ പോയി ഉൽപ്പന്നങ്ങൾ മേടിക്കുന്ന പ്രവണതയില്ല. എല്ലാവരും ഒന്നുകിൽ ഫ്ലിപ്കാർട്ടോ, ആമസോണോ, ജബോങ്ങോ, മിന്ത്രയോ പോലത്തെ ഏതെങ്കിലും ഒരു ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമിൽ നിന്നായിരിക്കും മേടിക്കുക. കൺവീനിയൻസും കംഫർട്ടും എക്കണോമിയും എല്ലാം അതിനകത്ത് മാനദണ്ഡമായി വരുന്നു. പക്ഷേ ഇപ്പം നമ്മൾ കണ്ട ഈ ഓപ്പർച്യൂണിറ്റിയിൽ അവിടെ നിന്നും വീണ്ടും ഒരു സ്റ്റെപ്പോടെ നമ്മൾ എസ്കലേറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ്? കൺവീനിയൻസും കംഫർട്ടും എല്ലാം ഉള്ളതിന് പുറമെ നമുക്ക് ഒരു റവന്യൂവും കൂടി ഉണ്ടാക്കി തരിക എന്ന് പറഞ്ഞാൽ എക്സ്പെൻഡിച്ചറിൽ നിന്ന് തന്നെ ഒരു ഇൻകം ഉണ്ടാക്കാൻ പറ്റും. അതും ദൈനംദിനം നമ്മൾ ചെലവ് എന്ന് പറഞ്ഞു വെക്കുന്ന മാറ്റത്തിൽ നിന്നും എന്തുകൊണ്ട് വരുമാനം സൃഷ്ടിച്ചുകൂടാ? ഒരുപക്ഷെ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഞാൻ ഡിഫൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ളൊരു വ്യക്തിയാണ്. ഞങ്ങൾക്ക് ക്യാൻറ്റീൻ ഫെസിലിറ്റീസ് ഉണ്ട്. തീർച്ചയായിട്ടും 27 മുതൽ 33% ലാഭത്തിലാണ് ഉൽപ്പന്നങ്ങൾ അവിടെ കിട്ടുക. പക്ഷെ അവിടെ പോയി മേടിക്കണം, മാത്രമല്ല തിരിച്ചെടുക്കില്ല. ഇവിടെ പോകണ്ട എന്ന് മാത്രമല്ല, ഉൽപ്പന്നം വീട്ടിലെത്തുമെന്ന് മാത്രമല്ല, ഉൽപ്പന്നം 30% വരെ ഉപയോഗിച്ചിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തിരിച്ചു കൊടുക്കാമെന്ന് മാത്രമല്ല, അതിലൂടെ തന്നെ നമുക്കൊരു റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റും. തുടക്കത്തിൽ ഒരുപക്ഷെ നമ്മൾ മേടിക്കുന്ന പ്രൊഡക്റ്റിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺ ആണെങ്കിൽ ഗ്രാജുവലി നമ്മുടെ ഓർഗനൈസേഷനും വോളിയവും മന്ത്ലി വോളിയവും കൂടുന്നതിന് അനുവാദികമായിട്ട് നമ്മുടെ ഇൻകവും കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷൻ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ 9 ഇൻകവും നമുക്ക് നിരന്തരമായി കിട്ടിക്കൊണ്ടിരിക്കാനുള്ള സംവിധാനത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റും. ബട്ട് യു ഹാവ് ടു ബി പേഷ്യന്റ്. അതിനുവേണ്ടി സിസ്റ്റം അനുശാസിക്കുന്നത്, സിസ്റ്റം എന്ന് ഞാനിവിടെ പറയുമ്പോൾ വിന്നിംഗ് ടീം എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷൻ നിങ്ങൾക്ക് വേണ്ടി വെച്ച് നേടുന്ന ഒരു സിസ്റ്റം, ആ സിസ്റ്റം അനുശാസിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ കാലക്രമേണ ഇവിടെ നിങ്ങൾക്ക് ടൈം ലിവറേജിങ്ങും മണി അഥവാ മോണിറ്ററി ലിവറേജിങ്ങും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നിങ്ങൾക്ക് കിട്ടുന്ന സമയം, ഇന്ന് നിങ്ങൾ എന്തുമാത്രം സമയം ഇതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടോ, അപ്പൊ അത് ഞാൻ പർപ്പസ്ലി ആണ് യൂസ് ചെയ്തത്. ഇതിനകത്ത് സമയം വേസ്റ്റ് അല്ല ചെയ്യുന്നത്, ഇൻവെസ്റ്റ് ആണ് ചെയ്യുന്നത്. അത് മൾട്ടി ഫോൾഡ് ആയിട്ട് നിങ്ങൾക്ക് വരുന്നുണ്ടോ. ഇന്ന് കുറച്ചു മുമ്പേ പറഞ്ഞു, വളരെ സെലക്റ്റീവ് ആയിട്ടുള്ള കുറെ ആൾക്കാർ ഒരു 7 സ്റ്റാർ ക്രൂയിസ് ഷിപ്പിനകത്ത് 3 രാജ്യങ്ങളെ ടച്ച് ചെയ്തുകൊണ്ട് മിഡിൽ ഈസ്റ്റിൽ ഒരു വെക്കേഷന് പോയിരിക്കുക. ആ ടൂർ പ്രോഗ്രാമിൽ പോയവർ അവിടെ എൻജോയ് ചെയ്ത് സെലിബ്രേറ്റ് ചെയ്ത് തിരിച്ചു വരുമ്പോഴേക്കും അവരുടെ ബിസിനസ് ഇവിടെ ഗ്രോ ചെയ്തിട്ടുണ്ടാവും. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ അവരല്ല, പക്ഷെ അവരുൾപ്പെടുന്ന സംവിധാനമാണ് ഈ ബിസിനസ് മുന്നോട്ട് നയിക്കുന്നത്. ഒരു പക്ഷെ ട്രഡീഷണൽ ബിസിനസ് കാണാൻ പറ്റാത്ത ഒരു സംവിധാനമാണ് ഇവിടെ. ട്രഡീഷണൽ ബിസിനസ്സിൽ നമ്മളെന്ന് പറഞ്ഞ ബിസിനസ് ഓണർ മാറി നിന്നാൽ ബിസിനസ് ഒരിക്കലും ഗ്രോ ചെയ്യില്ല എന്ന് മാത്രമല്ല, പലപ്പോഴും അത് താഴേക്ക് പോകുന്നുണ്ടാവും. ഇവിടെ നമ്മളെന്ന് പറഞ്ഞൊരു വ്യക്തിക്കല്ല, നമ്മൾ ഉൾപ്പെടുന്ന ഒരു എക്കോസിസ്റ്റം, ഒരു സംവിധാനത്തിനാണ് പ്രസക്തിയുള്ളത്. അപ്പൊ അതുകൊണ്ട് പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ടു ദ ഗ്രാസ് റൂട്ട് ലെവൽ. ഇന്ന് നിങ്ങൾ ഇങ്ങോട്ട് വിളിച്ച വ്യക്തിയുമായിട്ട് കിടക്കുന്നതിന് മുമ്പ് തന്നെ ഇതിന്റെ നിറ്റിഗിറ്റി ഡീറ്റെയിൽസ് എന്തെങ്കിലും ക്ലാരിറ്റി കുറവുണ്ടെന്നുണ്ടെങ്കിൽ ക്ലിയർ ചെയ്യുക. ടേക്ക് എ സ്ട്രോങ് ഡിസിഷൻ, ബി പാർട്ട്ണർ ടു ദ പ്രോഗ്രസ്. യു ക്യാൻ, ഐ ക്യാൻ, ടുഗദർ വി ക്യാൻ. Let us fly together, grow together and prove together. All the best.